മൈഫിൻ ടിവിയുടെ എല്ലാ വ്യൂവേഴ്സിനും ബ്രാൻഡ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബ്രാൻഡ് സ്റ്റോറിയുടെ ഇത്തവണത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫാൽക്കൺ സ്പോർട്സ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലെ കാഞ്ഞിരമറ്റത്താണ്. ഇത് അവരുടെ ഫാക്ടറിയാണ്. ഏതാണ്ട് 12 വർഷത്തിലേറെയായി സ്പോർട്സ് വെയർ പ്രൊഡക്ഷൻ രംഗത്ത് സജീവമായിട്ടുണ്ട് ഇവർ. കൂടുതൽ കാഴ്ചകൾ നമുക്ക് അകത്ത് പോയിട്ട് കാണാം. വാ. അപ്പോൾ നമ്മളിപ്പോൾ ഫാൽക്കൺ സ്പോർട്സ് കമ്പനിയുടെ ഫാക്ടറിക്കുള്ളിലാണ് നിൽക്കുന്നത്. ഏതായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നോട് പറയാനായിട്ട് ഇതിന്റെ ഓണർ തന്നെ എന്നോടൊപ്പം ഉണ്ട്. അനിൽകുമാർ ചേട്ടനാണ്. നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ സുഖമായിട്ട് പോകുന്നു. കമ്പനി ഇപ്പോൾ എത്ര നാളായിട്ട് നമുക്ക് റൺ ചെയ്ത് തുടങ്ങിയിട്ട്? കമ്പനി ഇപ്പം തുടങ്ങിയിട്ട് ഒരു 11 വർഷമായി. 11 വർഷമായി. ഇവിടെ വന്നിട്ട് ഒരു 10 വർഷം. ഞങ്ങൾ അതിന് മുമ്പ് മൂലമറ്റത്തായിരുന്നു. ഓക്കെ, മൂലമറ്റത്ത് നിന്ന് ഇവിടേക്ക് 10 വർഷം. ഈ സ്പോർട്സിന്റെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്താ? അതിലൊരു സാധ്യത കണ്ടിട്ടാണോ? അതിൻ്റെ ഒരു സാധ്യത കണ്ടു. പിന്നെ ഞാനിത് ആക്ച്വലി എൻ്റെ വീട് കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. ഓക്കെ, അത്തരം ഇപ്പൊ അവിടെയൊക്കെ നോക്കിയപ്പോൾ സ്പോർട്സിന്റെ കമ്പനികളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് തുടങ്ങണം, നമ്മുടെ താല്പര്യം ഉള്ളതുകൊണ്ട്. ഇടുക്കി ഡിസ്ട്രിക്ട് നോക്കിയപ്പോൾ ഫാക്ടറികളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ഇവിടെ തുടങ്ങാൻ കാരണം. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതാണോ കൂടുതൽ പോകാറ്, അതല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ പോലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കൂടുതൽ പോകുന്നത്. ഇന്ത്യയുടെ ഒക്കെ ആ സീസൺ വരുമ്പോഴേ ഉള്ളൂ. അവരുടെ സീസണായിട്ടുള്ള അവരുടെ കളികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അന്നേരം മാത്രം പോകും. ഇപ്പൊ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നു, അതിനും പോകുന്നുണ്ട്. ഈ ഒരു ഇതിലേക്ക് എത്തിയത്, ഒരു ബിസിനസ്മാനായിട്ട് ഈ ഒരു മേഖല തന്നെ ചൂസ് ചെയ്തത് എങ്ങനെയാണ്? ചൂസ് ചെയ്യാൻ കാരണം തയ്യൽ ഫീൽഡാണ് എനിക്ക് നേരത്തെ ഇഷ്ടമുള്ള സാധനമാണ്. നമുക്ക് തയ്യൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വരാൻ കാരണം. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തയ്യൽക്കാർ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു വാസന ഉണ്ടല്ലോ, ആ രീതിയിൽ ഇങ്ങോട്ട് കയറി. അതുകൊണ്ട് തന്നെ കുറച്ചു പേർക്ക് ജോലി കൊടുക്കാൻ. ഇതിന്റെ മേൽനോട്ടമൊക്കെ എങ്ങനെയാണ് വഹിക്കുന്നത്? എങ്ങനെയാണ് ഒരു ദിവസം കടന്നു പോകുന്നത്? പിന്നെ സൂപ്പർവൈസർ ഉണ്ട്, മാനേജർ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു. നല്ല രീതിയിൽ പോകുന്നുണ്ട്. മൊത്തം എത്ര? 18 പേരുള്ളുണ്ട്. 18 പേരുള്ളുണ്ട്. ഇപ്പം മൂലമറ്റത്ത് നേരെ ഇടുക്കിയിലേക്ക് വന്നെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ബിസിനസ്? എങ്ങനെ പോകുന്നു? മൂലമറ്റത്ത് നമുക്ക് നല്ലതായിരുന്നു ബിസിനസ്. പക്ഷെ നമ്മുടെ ട്രാൻസ്പോർട്ടിങ്ങിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം തൊടുപുഴയാണ് വരുന്നത്. എല്ലാം തൊടുപുഴയാണ് നല്ലത്. അപ്പൊ ഡെയിലി ഒരു 1000 രൂപ എക്സ്ട്രാ ആവും അവർക്ക് വേണ്ടി. ഈ ഓട്ടോ ചാർജും അതൊക്കെ ആയിട്ട് എല്ലാത്തിനും ഇവിടെ വരണം. അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചെന്നാൽ അവിടുന്ന് മാറാം. അപ്പൊ അങ്ങനെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയുള്ള വരുതിയിൽ അവർ ഇങ്ങോട്ട് എത്തി, നേരെ ഇവിടേക്ക് എത്തി. ഇപ്പം ചേട്ടൻ ഏതായാലും അച്ഛനും അമ്മയും തയ്യക്കാരാണ്. ഇത് കണ്ടു പഠിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. എപ്പോഴാണ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യണമെന്നൊരു തീരുമാനത്തിലേക്ക്? ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഒരു 10-20 വർഷം ബോംബെ ആയിരുന്നു എൻ്റെ മെയിൻ ബേസ്. ഇതെല്ലാം ക്ലിയർ ചെയ്തെല്ലാം ബോംബെയാണ്. അപ്പൊ അവിടുന്ന് ഞാൻ 2-3 GCC കൺട്രികളിലൊക്കെ വർക്ക് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ചെയ്താൽ കൊള്ളാവുന്നൊരു ആഗ്രഹം. ഫാൽക്കൺ സ്പോർട്സ്, ഇപ്പോൾ ഓരോ കമ്പനിക്കും പേരിടുന്നതിന് പിന്നിൽ എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് കാരണം വെച്ചാൽ ഫാൽക്കണിന്റെ ഉദ്ദേശം വെച്ചാൽ പരുന്താണല്ലോ, എപ്പോഴും ഉയരത്തിൽ പോകുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഉയരത്തിൽ പോകാം എന്നൊരു പ്രതീക്ഷയിലാണ് ആ ഒരു പേരിട്ട്. ഉയർന്നു പറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ജേഴ്സികൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവരോട് ഇതിന്റെ റേറ്റും എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊന്നും പറയാമോ? റേറ്റ് ഇപ്പോൾ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ആണ് കൊടുക്കുന്നത്. മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അതിൽ മാക്സിമം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. പിന്നെ മിനിമം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ സിംഗിൾ പീസ് ആയിട്ടൊക്കെ വരുമ്പോൾ അതിന്റെ റേറ്റ് കൂടും. റേറ്റ് കൂടും. പിന്നെ ഒരു കളിക്കാർക്ക് വേണ്ടത്, ഒരു ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒരു 11 പീസാണല്ലോ നമുക്ക് വേണ്ടത്. ആ 11 പീസായിട്ട് വരുമ്പോൾ തുണിയുടെ അനുസരിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കുറഞ്ഞ തുണിയുള്ളത് ഇപ്പോൾ 200 രൂപയുടെയാണ്. 200 മുതലുണ്ട്. ഒരു ജേഴ്സി കറക്റ്റ് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട്, ഇപ്പൊ എല്ലാം ഗ്രാഫിക്സ് ആണല്ലോ, സബ്ലിമേഷൻ എന്ന് പറയുന്ന ഗ്രാഫിക്സ് ആണ്. ഒരു കസ്റ്റമർ വന്നിട്ട് നമുക്കൊരു ജേഴ്സിയുടെ ഫോട്ടോ തരുന്നു, ചേട്ടാ ഇത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്തു തരാം. അപ്പൊ അത് ആദ്യം നമ്മൾ ഡിസൈനറെ കൊണ്ട് അത് ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്യിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് പോലെ തന്നെ ഡിസൈൻ ചെയ്ത് അവരെ കാണിക്കും. എന്നിട്ട് അവരത് ഓക്കെ പറയുമ്പോൾ ഞങ്ങളത് പ്രൊസീഡ് ചെയ്യും. അത് ഡിസൈൻ വന്നു കഴിയുമ്പോൾ ഞങ്ങളത് പിന്നെ പ്രിന്റ് ഔട്ട് ആവും. പ്രിന്റ് എടുത്ത് പിന്നെ അത് മെഷീനുണ്ട്, അതിനോട്ടിട്ട് സബ്ലിമേഷൻ ഗ്രാഫിക്സിലോട്ട് പകർത്തിയെടുക്കും. അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങിലോട്ട് വരും. കട്ട് ചെയ്യുന്നതൊക്കെ മാനുവലി. മാനുവലി. ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ഒരു ഓണർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ എന്നുള്ള നിലയിൽ ചലഞ്ച് ഉണ്ടാവാറുണ്ട്.
അങ്ങനെ ഉള്ളൊരു ചലഞ്ചസ് നേരിട്ടിട്ടുണ്ടോ? നേരിട്ടിട്ടുണ്ട്, ചലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് അടുത്ത് വർക്ക് ചെയ്തതും പിന്നെ ഗൾഫ് മേഖലയിലൊക്കെ വർക്ക് ചെയ്തു. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസിന്റെ ഒരുപാട് ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു അന്നോട്ടെ, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അന്നോട്ടെ നമുക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. പിന്നെ തയ്യലിനെ പറ്റി പിന്നെ എനിക്ക് പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ല, ആര് വന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ തയ്ക്കുകയും കട്ടിങ്ങും ഒക്കെ ഞാൻ തന്നെ ആയിരുന്നു, എല്ലാം നമ്മൾ തന്നെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയും കാര്യങ്ങളും. പിന്നെ അതിനകത്ത് പൈസയുടെ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നങ്ങൾ വരും. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ എമൗണ്ടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്നു. പിന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും സഹായിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇത് തുടങ്ങി മുന്നോട്ട് വരുന്നത്. ഓരോ ബിസിനസ്സുകാരോടും നമ്മളൊരു ചോദ്യം ചോദിക്കാറുണ്ട്, അതായത് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വന്തം കാശിൽ തുടങ്ങണോ അതോ ലോൺ എടുത്ത് തുടങ്ങണോ, എന്താണ് അഭിപ്രായം? ലോൺ എടുത്ത് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുത്തില്ലാത്തവർക്ക് തുടങ്ങിയേ പറ്റൂ. പക്ഷേ ലോൺ എടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പൂട്ടി പോകുന്നുണ്ട് ലോൺ എടുത്തിട്ട്. അപ്പൊ അതിന് ഒന്നാമത്തെ കാര്യം നമുക്കൊരു കാഴ്ചപ്പാട് വേണം, നമുക്ക് വർക്ക് അറിയണം. നമ്മൾ ഏതും എടുത്തങ്ങ് തുടങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ അറിയാവുന്ന വർക്കേ തുടങ്ങാവൂ, എന്നെങ്കിലും അതിന് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ ഈ വർക്ക് മുന്നോട്ട് തുടങ്ങി ഒരു ലെവലാകുന്നു നോക്കിയപ്പോൾ പിന്നെ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത ബാങ്കിനെ ഇടപെട്ടു. അപ്പോൾ തന്നെ ബാങ്ക് എനിക്ക് അന്ന് ഫസ്റ്റിലെ 2 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിപ്പോൾ തൊടുപുഴ IDB ബാങ്കുമായിട്ടാണ് ടൈപ്പ്. ഒരു ഓഡിയൊക്കെ പാസ്സാക്കി തന്നിട്ടുണ്ട്, ടേൺ ഓവർ കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും നമുക്കൊരു ഗ്രോത്തിലേക്ക് എത്തുന്നു എന്നുള്ള ലെവലിൽ എത്തുമ്പോൾ ലോൺ എടുക്കുന്നതാണ് സേഫ്. അതാണ് സേഫ്. തുടക്കം നമ്മൾ മൂലമറ്റുന്നാന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇത്രയും വിശാലമായ ഒരു ഫാക്ടറി ഒക്കെ ആയിരുന്നു അതോ എങ്ങനെയായിരുന്നു അത്? ഇതിന്റെ ചെറുതിന്റെ പകുതി പോലും ഇല്ലായിരുന്നു, ചെറുതായിരുന്നു. തുടക്കം എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ തന്നെ തിരുപ്പൂര് പോയി മിഷനിലെല്ലാം നോക്കി. അന്ന് സെക്കൻഡ് ഹാൻഡ് എടുത്തോ മൊത്തം പട്ടാളം ഞാൻ തന്നെ എല്ലാം പോയി സെറ്റ് ചെയ്തു. അവിടുന്ന് തന്നെ ടാക്സി വിളിച്ചു, സാധനം ആ വണ്ടിക്കകത്ത് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. രാപകലില്ലാതെ കുറച്ച് ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. ഓക്കെ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് 3 വർഷം കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ എവിടുന്നൊക്കെയാണ് കൂടുതലും നമ്മൾ തുണി പർച്ചേസ് ചെയ്യുന്നത്? എവിടുന്നൊക്കെയാണ്? ലുധിയാന, തിരുപ്പൂര്, അവിടെയാണ് കൂടുതൽ. നമ്മളെങ്ങനെയാ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ തുണി പർച്ചേസ് ചെയ്യുന്നത് കിലോ കണക്കിന് അങ്ങനെ തൂക്കിയെടുക്കുകയാണ് ചെയ്യാറ്. നമ്മൾ കിലോ കണക്കിനാണ് ബണ്ടൽ വൈസ് എടുക്കുന്നത്. ഞങ്ങൾ തൂക്കി മുറിച്ചെടുക്കാറില്ല, അത് നമുക്ക് നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഫുൾ ബണ്ടലായിട്ട് തന്നെ എടുക്കും. ഇപ്പൊ ടൈപ്പ് ആയിട്ടുണ്ട് തിരുപ്പൂര് കമ്പനിയായിട്ട്, ഒരു ലുധിയാന ബേസ് കമ്പനിയാണ്. അപ്പൊ അവരുടെ സാധനം നമ്മൾ ഇവിടുന്ന് ഓർഡർ കൊടുക്കുന്നു, പിറ്റേന്ന് തന്നെ സാധനം ഇവിടെ വരും. കോമ്പറ്റീറ്ററൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്, അല്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ എങ്ങനെ പോകുന്നു ബിസിനസ്? ഇപ്പൊ ഈ മാസം ഇനിയിപ്പം ഈ മുസ്ലിങ്ങളുടെ നോയമ്പ് വരുന്നു, പിന്നെ ഇപ്പൊ പിള്ളേരുടെ പരീക്ഷ ഇപ്പൊ കുറവാ. ഈ മാസം പൊതുവെ കുറവാ. വെക്കേഷൻ ടൈമിൽ കുറച്ച്, ഇനി വെക്കേഷൻ കഴിയുമ്പോൾ കുറച്ച് കയറി വരും. അന്നേരമാണ് ആ സമയത്താണ് ഈ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. അപ്പൊ അതുമല്ല മാർക്കറ്റിൽ ഇപ്പൊ തുണികളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വരാൻ തുടങ്ങി. ഡ്യൂപ്ലിക്കേറ്റ് വരുന്നു, ക്വാളിറ്റി കുറഞ്ഞു വരുന്നു. അപ്പൊ സെയിം തുണിയാ. അപ്പൊ പിന്നെ പിള്ളേർക്ക് ഇപ്പൊ ഒരു കളി കഴിഞ്ഞു, അത് മതി, അടുത്ത കളിക്ക് അവർക്ക് പുതിയത് എടുക്കാം. ആ ഒരു രീതിയിലാണ് ഇപ്പൊ എല്ലാ ഫാക്ടറികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ വെച്ചാൽ നമ്മളിപ്പോൾ 10-12 വർഷമായിട്ട് നമുക്കൊരു ടൈപ്പ് ഉണ്ട്. ഇത്ര കടകൾക്കൊക്കെ ഹോൾസെയിൽ രീതിയിൽ കടകൾക്ക് പോകുന്നുണ്ട്. 10-40 കടയുണ്ട്. അപ്പൊ ഈ കടയ്ക്കൊക്കെ നമുക്കൊരു അന്ന് തൊട്ടേ ഒരു ടൈപ്പ് ഉണ്ട്. ഫിനിഷിങ് നമ്മുടെ ടൈമിംഗ് ആണ് കറക്റ്റ്. നമ്മൾ പറയുന്ന ടൈമിന് സാധനം കൊടുത്തിരിക്കും. പിന്നെ അതുപോലെ ഫിനിഷിങ്, പിന്നെ ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മളത്തെ നാൾ ഈ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളപ്പോഴും പിടിച്ചിരിക്കുന്നത്. ഓച്ചിറക്കാരനായ അനിൽ ചേട്ടൻ കായംകുളത്ത് ഒരു സുഹൃത്തിന്റെ കൂടെ ഒരു കമ്പനിയിൽ കുറച്ചാൾ വർക്ക് ചെയ്തു, സെയിം ഫീൽഡ്. അതിനുശേഷം സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ സെലക്ട് ചെയ്തു? അനിയൻ ഇവിടെയാണ് സെറ്റിൽ ആയത്. അപ്പൊ അനിയനോട് വിളിച്ച് ചോദിച്ചു, നമുക്ക് അവിടെ എവിടെയെങ്കിലും തുടങ്ങാം, കമ്പനികളുണ്ടോ എന്ന് സെർച്ച് ചെയ്യണമെന്ന്. അപ്പം പറഞ്ഞു ഇങ്ങനത്തെ സ്ഥാപനം നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊന്നും ഇല്ല. എറണാകുളം, കോട്ടയം സൈഡിലൊക്കെ, കോട്ടയത്തും ഇല്ല, എറണാകുളം സൈഡിലൊക്കെ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ തുടങ്ങാം എന്നൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച മൂലമുറ്റം. അങ്ങനെയാണ് മൂലമുറ്റത്ത് തുടങ്ങുന്നത് തന്നെ. ഈ സ്പോർട്സ് ജേഴ്സി നിർമ്മാണം ഈ ഒരു മേഖലയിലേക്ക് വരാൻ പോകുന്ന, പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്? വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വരുമ്പോൾ എല്ലാം മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിച്ച് ചെയ്യാനുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ. അല്ല ചുമ്മാതെ കയ്യിൽ 5 പൈസ ഉണ്ടെന്നും പറഞ്ഞ് ഏതെങ്കിലും ബിസിനസ് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, പെട്ടുപോകും. കാരണം നമുക്കറിയാവുന്ന, എനിക്ക് തയ്യൽ അറിയാം, കട്ടിങ് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്നേ നമ്മൾ ഇവിടുന്ന് അറിയാൻ വയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കയ്യിലെ പൈസ തീരുന്നിടം വരെ നിൽക്കും. പിന്നെ അതിനെ അല്ലെങ്കിൽ അതുപോലെ
വർക്ക് ചെയ്ത് അതുപോലെ കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫാൽക്കൺ സ്പോർട്സിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിലൊന്ന് കൊണ്ടുപോയിക്കൊള്ളുന്ന ആഗ്രഹങ്ങളൊണ്ട്. ഓരോന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആദ്യം ഞങ്ങൾക്ക് ഗ്രാഫിക്സ് ഒന്നും ഇല്ലായിരുന്നു, സാധാരണ നോർമൽ കട്ടിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഗ്രാഫിക്സ് ആയി, ടീമുണ്ട് ഇപ്പോൾ. അപ്പം അതിന് ടീമുണ്ട്. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം. നെക്സ്റ്റ് ലെവലിൽ വലിയൊരു ഫാക്ടറി ആയിട്ട് ഒരുപാട് ഓർഡറുകൾ സ്വീകരിക്കുന്ന ആഗ്രഹമുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി മാറും അല്ലേ? ഓക്കെ, എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങനെ തന്നെ വരട്ടെ. താങ്ക് യു. വെൽക്കം. അപ്പോൾ പുതിയൊരു ബ്രാൻഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും